ഫസ്റ്റ് പാർട്ടിനെ കാട്ടിയും കൊള്ളാം. ഒരു 5-ൽ 3 പറയാം. 5-ൽ 3. അല്ലു അർജുന് ഫസ്റ്റ് പാർട്ടിനെ കാട്ടി, അതായത് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള അഭിനയം ഉണ്ട്, അത്രക്കില്ലെങ്കിലും ഉണ്ട്. മറ്റേ ഭദ്രകാളിയായിട്ടൊക്കെ അതിലൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് പാർട്ടിലൊക്കെ ഒരു സ്റ്റേറ്റ് അവാർഡ് ലെവലൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ചില സീനുകളൊക്കെ മറ്റേ കാന്താര സിനിമയിലെ ക്ലൈമാക്സ് പോലത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ 3 ഉണ്ട്. പുഷ്പ 3 ദ റാംപേജ് വിജയ് ദേവരകൊണ്ടാന്ന് കേക്കാണ്. അത് സത്യമാണെന്ന് അറിഞ്ഞൂടാ, റൂമറിൽ കേട്ടതാണ്. പക്ക ഫസ്റ്റ് പാർട്ടിനെ കാട്ടിയും കൊള്ളാം. ഒരു 5-ൽ 3 കൊടുക്കാം. 3.5. എനിക്കില്ല സെക്കൻഡ് പാർട്ട് അല്ല, സെക്കൻഡ് ഹാഫ് ലാഗ് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ചെറിയ ക്രിഞ്ചും, ചെറുതായിട്ട് ലാഗ്, അത്ര ലാഗല്ല, ചെറുതായിട്ട്. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണാം. OTT ഇരുന്ന് കണ്ട ആ ഒരു എഫക്റ്റ് കിട്ടില്ല. തിയേറ്ററിൽ തന്നെ കാണാം. സീനുകളൊക്കെ പക്ക ഒരു തെലുങ്ക് കമേഴ്ഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. ലോജിക്കൊന്നും നോക്കല്ലേ, ഫൈറ്റ് സീനൊക്കെ അറിയില്ല തെലുങ്ക് സിനിമയിലെ ഫൈറ്റ് സീനൊക്കെ. അപ്പം അങ്ങനത്തെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. പക്ക സൂപ്പർ പടം. ഒരു ആവറേജ് പടമാണ് ബ്രോ. വേറെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് പോകണ്ട. ഒരു മിനി ആവറേജ് പടം. 2-ന് ഒരു ആവശ്യമില്ല. ഇനി ഫസ്റ്റിനെ മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ കണ്ടോണ്ടിരിക്കുക 1 ടൈം വെച്ച്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അത്ര ഹൈപ്പൊന്നുമില്ല. വേറെ എടുത്തിരിക്കുന്നത് ചുമ്മാ ഒരു കണ്ടിരിക്കുക ഒരു അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഇത് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് എക്സ്പെക്റ്റ് സെക്കൻഡ് കാണുമ്പോൾ ഇതില്ല, അത് വന്നിട്ടില്ല. ഇനി 3 ഉണ്ട്, അതിന് എന്താവുമെന്ന് കാണുമ്പോൾ പറയും. വെരി നൈസ് മൂവി. ഇറ്റ്സ് വെരി നൈസ്. ബോത്ത് ഇസ് ഗുഡ്. ഇറ്റ്സ് നൈസ്. വെയിറ്റിംഗ് ഫോർ ചാപ്റ്റർ 3 നൗ. കൊള്ളാം. അത് മാസ് എൻ്റർടൈനറാണ്. കൊള്ളാം. മാസ് പടം തന്നെ. ക്ലൈമാക്സിൽ ഒരു നല്ല ഹൈ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിൽ ഫൈറ്റ്സൊക്കെ 2 ഫൈറ്റ്സ്, ടെമ്പിളിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം. അത് స్పాయిలర్ കേട്ടോ. సూపర్ ఉంది మూవీ. బ్లాక్ బస్టర్ హిట్. చాలా బాగుంది మూవీ. లాస్ట్ ఫైట్ సూపర్గా ఉంది. നല്ല പടമായിരുന്നു. പിന്നെ ഇതിൽ രശ്മിക കുറച്ച് ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് തോന്നി. വേറെ ഒന്നുമില്ല, കൊള്ളാം. നല്ല പടമാണ്. അത്യാവശ്യം അണ്ണങ്കാരെ കത്തി അത് പറയാതിരിക്കാൻ പറ്റൂല. നല്ല ആക്ടിങ് ആയിരുന്നു, കിടിലമായിരുന്നു. ഫയർ തന്നെയായിരുന്നു. പിന്നെ വളരെ നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. വൈൽഡ് ഫയറായിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നത്. നല്ല ഡയറക്ഷനായിരുന്നു. സുകുമാർ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ രശ്മിക കുറച്ച് ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ക്രിഞ്ച് പോലെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കമ്പാരിറ്റീവ്ലി. ഫഹദ് അടിപൊളിയായിരുന്നു, അതൊക്കെ പറയാം. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ ഫഹദിൻ്റെ അഭിനയം നല്ല കൊള്ളായിരുന്നു. ബോറായിരുന്നു, വൻ ബോറായിരുന്നു. നല്ല സിനിമയായിരുന്നു, വളരെ നല്ല സിനിമയായിരുന്നു. ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലു അർജുൻ ബ്രില്യൻസ്. ഹി വാസ് ലൈക്ക് എ മാൻ പൊസസ്ഡ്. ഭയങ്കര കിടില. ഞാൻ തെലുങ്ക് വേർഷനാണ് കണ്ടത്. നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല 4K ഉള്ള തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഫയറായിരുന്നു. ഇനി അടുത്ത റാംപേജാണ് വരാൻ പോകുന്നത്, പാർട്ട് 3. പടം നന്നായിട്ടുണ്ട്. ഈ കുറേ പേരൊക്കെ റസൂൽ പൂക്കുറ്റിയുടെ ഒരു പോസ്റ്ററിട്ട് അറിയാതെ എടുത്ത് കളഞ്ഞു. തേർഡ് പാർട്ടിൻ്റെ ഒക്കെ ആദ്യമേ ഇതിൽ കാണിക്കുന്ന തേർഡ് പാർട്ടിൻ്റെ ഒരു ക്ലിപ്പാണ്. അത് ഇതായി പോണത്. പക്ഷേ ലാസ്റ്റ് വരെ ഇത്രയും വലിച്ചിട്ടുന്ന ആവശ്യമില്ലായിരുന്നു. ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇതാണ് ഒരു ലോജിക്കില്ലാതൊക്കെ ആയിക്കളഞ്ഞു. 3.25 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. തെലുങ്ക് കൂടല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. മേക്കിംഗ് പക്ഷെ നന്നായിട്ടുണ്ട്. അമ്മമാർ നല്ലൊരു പണി എടുത്തിട്ടുണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും ഡ്യൂറേഷൻ വരെ ആവശ്യമില്ല. അഭിനയം അതൊക്കെ നന്നായിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ സംഭവമൊക്കെ കാരണം തിയേറ്റർ ഇരുട്ടും കൂടെ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ലുക്കുണ്ട്, ആദ്യം ഒരു ലുക്ക്. പക്ഷെ അത് പുള്ളിയാണെന്ന് മനസ്സിലാവില്ല. അമ്മാതിരി പിന്നെ അവിടെ എല്ലാവരും കൈ അടിച്ച് നീ പിടിയിട്ടില്ല. പിന്നെ നല്ല ഭയങ്കര ഇതായിട്ടാണ് വന്നത്. പുള്ളി ഭയങ്കര പെയിൻ്റൊക്കെ അടിച്ച്. പക്ഷെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതർവൈസ് എല്ലാവരും ഉണ്ട്. Very good. As I said, it's a very good all-round movie. Like writing is too good. Not only everyone think that it's action movie, but all the aspects has been covered in this movie. Very good all-round movie. It will surely be a very good hit. Yeah. What about the direction and the choreography? Yeah, as I said, we always look up to Rajamouli when it comes to direction. But Sukumar is equally as good as Rajamouli now. It's very good. Yeah, thank you. മൂവി ഭംഗിയുണ്ട്.
Both parts are balanced very well. All emotions are carried very well. All have good acting. Even Fahad Fasil acting was very good. ഫസ്റ്റും സെക്കൻഡും കണ്ട ഒരാൾ എങ്ങനെയാണ് രണ്ട് മൂവിയാണ് എടുക്കുന്നത്? രണ്ട് മൂവി both are very good. Actually, I can't compare both parts. It is the sequel and it is carrying the weight of the first sequel. എന്തായാലും ഫയർ ആയി തിയേറ്ററിൽ. കണ്ടിപ്പാ ഫയർ വൈൽഡ് ഫയർ കൂടാ. ഓക്കെ, ഡ്രാഗിയാണ് ഇച്ചിരി, അതുപോലെ ലെങ്തിയാണ്. എങ്ങനെ ഇല്ല അത്രയും വേണ്ടായിരുന്നു. കുറച്ച് സീൻസ് ഉണ്ട്, ഇച്ചിരി അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. ബട്ട് എന്നാലും കുഴപ്പമില്ല, നല്ല അല്ല കുഴപ്പമില്ല. ഭയങ്കര ഒന്നാമത് ഇമോഷണൽ ബ്ലെൻഡിങ് ആണ്. നല്ല രസമുണ്ട് പടങ്ങൾ. പിന്നെ കുറേ സുകുമാറിൻ്റെ കുറേ സീൻസ് അറിയാമല്ലോ, അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, നല്ല അറിയാമല്ലോ. ബാക്കി അതൊന്നും എനിക്കറിയില്ല. നല്ല പടം, നല്ല കിടിലം വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മൂവിയാണ്. കൊള്ളാം. ക്യാമറ വർക്കൊക്കെ വളരെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ നല്ല മൂവിയാണ്. വളരെ നല്ലൊരു പടം, ഒരു മാസ് ആക്ഷൻ പടമാണ് കാണാൻ പറ്റിയ പടം. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ 3.5 മണിക്കൂറായി പോയതാണ്. ഒരു ചെറിയൊരു ലാഗൊന്നും ഫീൽ ചെയ്തില്ല. കൊള്ളാം. ഫൈറ്റിംഗ് ഒക്കെ വേറെ ലെവൽ, ഒരു രക്ഷയില്ല. സൂപ്പർ പടം. ഫയറാണ്, പുഷ്പ ഫയറാണ്. ഫഹദ് വേറെ ലെവല്. മലയാളത്തിൻ്റെ അഭിമാനമാണ് ഫഹദ് എന്ന് പറയുന്നത്. അല്ലുവിനോട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ പാതി വെച്ച് കണ്ടില്ല. ഫയർ അല്ലു തന്നെ. ശരി, വളരെ നല്ല പടം. സൂപ്പർ സൂപ്പർ പറഞ്ഞോ. സൂപ്പർ, നല്ല പടം. ഫഹദ് ഫാസിലും അല്ലു അർജുനും രണ്ടുപേരും. ഫഹദിൻ്റെ ആണ് പെർഫോമൻസ്, രക്ഷയില്ല. നല്ല പെർഫോമൻസ്. എല്ലാം കൊണ്ടും കൊള്ളാം. പുഷ്പ 1 അതേ ആ ഒരു പേസ് തന്നെ ഉണ്ട്. നല്ല ഇതില്ല, നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. പക്ഷേ ഫുള്ളി എൻജോയ്. നല്ലത്. ഫസ്റ്റിൽ അത്രയില്ല, തേർഡ് കൂടെ കണ്ടിട്ട് പറയാം. ആവറേജ് പടം ഫയറായിട്ടുണ്ട്, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് പോയി. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഒരു ലാഗ്. പടം വെരി ഫണ്ണി. രണ്ടുപേരെ പാറ്റേൺ തന്നെ. കൊള്ളാം, കാണാം. പടം എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ദെൻ ആക്ടേഴ്സൊക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടൈം വാച്ച് മൂവിയാണ്. വൺ ടൈം വാച്ച്. അതാണ് പറഞ്ഞില്ലേ, എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചാലില്ല. ബിക്കോസ് നമ്മൾ കുറേ കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ വരത്തുള്ളൂ. ബട്ട് ദെൻ 1 ടൈം വാച്ച് മൂവിയാണ്. കുഴപ്പമില്ല, കുറച്ച് തെലുങ്ക് ഓവറായിട്ടുള്ള സംഭവങ്ങളുണ്ട്, ബാക്കി ഓക്കെയാണ്. പുഷ്പ എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആ ഒരു ഫീൽ, കുറേ ഓവർ സാധനങ്ങളും അല്ലു അർജുൻ്റെ അടിയും അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ലൈക്ക് അല്ലു അർജുൻ കൊള്ളാം. ഫേസ്റ്റിനെക്കാട്ടിലും എനിക്ക് കുറച്ച് ഫസ്റ്റ് ഞാൻ തിയേറ്റർ വാച്ചില്ലായിരുന്നു. സെക്കൻഡ് തിയേറ്റർ വാച്ചിന് നല്ല വലിയ രസം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, കൊള്ളാം. പാർട്ട് 3ക്കുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തേൽ തന്നെ തീർക്കായിരുന്നു എന്ന് തോന്നുന്നു. ലാഗ് ഉണ്ട്, കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ കൂടുതലാണ്. പുഷ്പയിൽ നിന്ന് ഇമോഷണൽ സീൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആൾക്കാർ. അപ്പം ഫസ്റ്റ് പാർട്ട് കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് നാഷണൽ അവാർഡിനുള്ളതൊന്നും ഇല്ല കേട്ടോ, രശ്മിയെ പറഞ്ഞ പോലെ. ചെറുതായിട്ട് ഫാൻസിന് ഫയർ ആയിട്ടുണ്ടാവും, അല്ലാത്തവർ കണ്ടിരിക്കാം. എക്സ്പെക്റ്റേഷൻ റിവ്യൂ കേട്ടത്തോടത്തോളം വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. അല്ലു അർജുൻ ഫാനാണ്. ആണോ? അത് കണ്ടിട്ട് ഞാൻ കാണാൻ പോകാൻ